എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അസൂയ കൊണ്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലേ എങ്കിൽ പ്രശ്നമാണ് വായി കേട്ടോ. ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഹൗ ടു മാനേജ് യുവർ ജലസി. എന്താണെന്നറിയില്ല, വേറൊരാൾക്ക് നല്ലത് വരുന്നത് കാണുമ്പോൾ ഉള്ളിലൊരു വിഷമം. നമ്മളിൽ പലരും തമാശക്ക് പറയാറുള്ള ഒരു സ്ഥിരം ഡയലോഗാണിത്. ഈ വിഷമം പലർക്കുമുണ്ട്. അപകടകരമല്ലാത്ത ഇത്തരം വിഷമങ്ങളെ നമുക്ക് വെറുതെ വിടാം. എന്നാൽ ചിലർക്ക് ഈ വിഷമം അസൂയയുടെ രൂപത്തിലും എത്തും. അതല്പം പ്രശ്നമാണ്. ഇന്ന് നമുക്ക് മനുഷ്യരിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന അസൂയ എന്ന വികാരത്തെക്കുറിച്ച് പറയാം. നമുക്കിഷ്ടമുള്ള ഒരു വസ്തു മറ്റൊരാളുടെ കയ്യിൽ കണ്ടാൽ, മറ്റൊരാൾ കാണാൻ നിങ്ങളെക്കാൾ കേമനാണെങ്കിൽ, നിങ്ങളെക്കാൾ സൗഭാഗ്യങ്ങൾ മറ്റൊരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് സന്തോഷകരമായ ദാമ്പത്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ പങ്കാളി നിങ്ങളെക്കാൾ സുന്ദരനോ സുന്ദരിയോ ആണെങ്കിൽ, സ്വന്തം കുറവുകളെ കുറിച്ച് അപകർഷതാബോധമുണ്ടെങ്കിൽ, അങ്ങനെ അസൂയ വരുന്നതിന് കാരണമായ സാഹചര്യങ്ങൾ പലതാണ്. എനിക്കില്ലാത്ത ഒന്ന്, വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മറ്റൊരാളുടെ കയ്യിൽ കാണുമ്പോഴുണ്ടാകുന്ന ഒരു തരം അസഹിഷ്ണുത, അതിനെയല്ലേ നാം അസൂയ എന്ന് വിളിക്കുക. സൗഹൃദങ്ങളിൽ, പ്രണയബന്ധങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില വസ്തുക്കളിൽ നിന്നെല്ലാം അസൂയ എന്ന വികാരം ആളുകളിൽ ഉണ്ടാകും. അസൂയ തോന്നുന്നത് സ്വാഭാവികമായ ഒരു വികാരമാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അസൂയ തോന്നുന്നതിന് ലിംഗഭേദമോ പ്രായവ്യത്യാസമോ ഇല്ല. കുട്ടികൾക്ക് പോലും സഹപാഠികളോട് അസൂയ തോന്നാറുണ്ട്. ഓരോ വ്യക്തിയും വിശിഷ്ടമാണ്, അവരുടെ സ്വഭാവ സവിശേഷതകളും അങ്ങനെ തന്നെ. എന്നാൽ അസൂയ തോന്നുന്നത് ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു സ്വഭാവ സവിശേഷതയായി മാറുകയാണ്. അസൂയ തോന്നിയ വ്യക്തിയുടെ വസ്തുവിന്റെ നാശം ആഗ്രഹിക്കുമ്പോൾ അത് അപകടകരമാകും. ചില സാഹചര്യങ്ങളിൽ ചെറുതും വലുതുമായ പല അക്രമങ്ങളുടെ അടിസ്ഥാന കാരണവും അസൂയ തന്നെയാണ്. ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തോടോ ഒക്കെ അസൂയ തോന്നുന്ന വ്യക്തി തന്നിൽ സ്വയം അസ്വസ്ഥതയുടെ വിത്ത് പാക്കുകയാണ് ചെയ്യുക. ഇതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല വഴി കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കുക എന്നതാണ്. അതുപോലെ പ്രണയബന്ധങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അസൂയ രൂപപ്പെടുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളെ നഷ്ടമാകുമോ എന്ന വേവലാതിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾ നിങ്ങളെക്കാൾ പ്രാധാന്യം മറ്റൊരാൾക്ക് നൽകുന്നുണ്ട് എന്ന് തോന്നിയാൽ എല്ലാം അസൂയ തോന്നും. പങ്കാളിയുടെ അസൂയ തോന്നുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന വികാരങ്ങളെക്കുറിച്ച് പങ്കാളിയോട് തന്നെ തുറന്ന് സംസാരിക്കുക. പങ്കാളിയുടെ പ്രവർത്തികൾ, പങ്കാളിയുടെ മറ്റൊരാളുടെ പ്രവർത്തികൾ എന്നിവയൊക്കെ നിങ്ങളിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇതേക്കുറിച്ച് പങ്കാളിയോട് സംസാരിക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. അതല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തി നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതും ആലോചിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലെ അതിരുകളെ കുറിച്ച് ഇരുവരും തുറന്ന് സംസാരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാകും നല്ലത്. ഇത്തരം തുറന്നു പറച്ചിലുകൾ നോർമലാണ്. അതിനെക്കുറിച്ച് ടെൻഷനോ വേവലാതിയോ ഒന്നും ആവശ്യമില്ല. ഇനി ഇതൊക്കെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. അതെ, നിങ്ങളിൽ അസൂയയെ നേരിടണമെങ്കിൽ, അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അസൂയ തോന്നാനുള്ള മൂലകാരണം കണ്ടെത്തുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഹോദരിയുടെയോ സുഹൃത്തിന്റെയോ പുതിയ റിലേഷൻഷിപ്പ് നിങ്ങളിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെയും നല്ലൊരു റിലേഷൻഷിപ്പ് ലഭിച്ചിട്ടില്ല എന്നതാകും അതിന്റെ കാരണമെന്ന് മനസ്സിലാക്കുക. അടുത്തതായി, കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഈ പ്രൊമോഷനോ ശമ്പള വർധനവോ കിട്ടുന്നത് നിങ്ങളിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ജോലിയിൽ നിങ്ങൾ കൊള്ളില്ല എന്ന തോന്നലായിരിക്കും ആ അസൂയക്ക് പിന്നിലുണ്ടാകുന്നത്. അടുത്തതായി, പങ്കാളി മറ്റൊരാൾക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചാലോ, മറ്റൊരാളെ കുറിച്ച് നിങ്ങളോട് കൂടുതലായി സംസാരിച്ചാലോ നിങ്ങളിൽ അസൂയ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പങ്കാളി തെറ്റായും ഒന്നും ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളുടെ മുൻബന്ധം തകർന്നതിന്റെ ആദ്യ സൂചന ഇത്തരം പെരുമാറ്റമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അസൂയയിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ അസൂയ എന്നത് അരക്ഷിതാവസ്ഥയിൽ നിന്നോ അപകർഷതാബോധത്തിൽ നിന്നോ നിങ്ങളുടെ കുറവുകളിൽ നിന്നോ ഉടലെടുത്തതാണോ എന്നും ആദ്യം തിരിച്ചറിയുക. ജോലി സ്ഥലത്തെ സാഹചര്യങ്ങളിൽ എന്ന് തോന്നുന്ന അസൂയയാണെങ്കിൽ നിങ്ങളുടെ മാനേജറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ആയി തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ കഴിവുകൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക.